വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മളിൽ പലരും ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ന്യൂ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ തന്നെയായിരിക്കും എല്ലാം ചെയ്യുന്നത്. വലിയ വലിയ യൂട്യൂബേഴ്സിനെ പോലെ നമുക്ക് ചിലപ്പോൾ ക്യാമറമാൻ കാണില്ല, എഡിറ്റ് ചെയ്യാൻ വേറെ ആൾക്കാർ കാണില്ല. നമ്മൾ തന്നെയായിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതായാലും എഡിറ്റ് ചെയ്യുന്നതായാലും അപ്ലോഡ് ചെയ്യുന്നതായാലും. അപ്പോൾ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും വ്യൂസോ പ്രതീക്ഷിക്കുന്ന അത്രയും യൂട്യൂബ് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡേഷനിലേക്കോ കൊണ്ടുപോകത്തില്ല എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒട്ടുമിക്ക ആൾക്കാരുടെ അവസ്ഥ അതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ? നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോ ഒക്കെ ആയാലും യൂട്യൂബ് റെക്കമെൻഡേഷനിലേക്ക് കൊണ്ടുപോകണം നമുക്ക് ആഗ്രഹമില്ലേ? അപ്പോൾ അതിനായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങളുടെ റെക്കമെൻഡേഷനിലേക്ക് വരുന്നതായിരിക്കും, നിങ്ങളുടെ ഹോം പേജിന് വരുന്നതായിരിക്കും. മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, നമ്മൾ ഫസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, എടുത്തു പിടിച്ചോന്നും പറഞ്ഞ് വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞ് നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാതിരിക്കുക. യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയയ്ക്ക് ആയാലും യൂട്യൂബിൻ്റെ റൂൾസും റെഗുലേഷൻസും യൂട്യൂബിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൻ്റെ സെറ്റിങ്സും നമ്മൾ അലോ ആക്കേണ്ട ഓപ്ഷൻസും നമ്മൾ കറക്റ്റായിട്ടാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കുക. ഇതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ യൂട്യൂബിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനലും റീച്ച് ആകണം, നമ്മുടെ ചാനലും യൂട്യൂബ് റെക്കമെൻഡേഷനിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഓപ്ഷൻസിൻ്റെ ഒക്കെ കാര്യം അലവാക്കി കൊടുക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സെറ്റിങ്സ് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ബേസിക് സെറ്റിങ്സ് ആണ്. ഇതിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇന്ത്യയിലായാലും കേരളത്തിലായാലും നമുക്ക് വ്യൂസ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് ഉണ്ട്. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോസ് തുടങ്ങാം. ഇത് ക്രോമിൽ ഡെസ്ക്ടോപ്പ് മോഡാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് youtube.com എടുക്കുക. അതിൽ യൂട്യൂബ് അനലിറ്റിക്സ് എടുത്താൽ മാത്രമേ നമ്മൾ പറയുന്ന സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എൻ്റെ അടുത്ത് 2-3 പേര് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചായിരുന്നു, ചേച്ചി ഇതുപോലെ youtube.com ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വരുന്നില്ല, സൈറ്റ് ഇതുപോലെ ഹോം പേജ് വരുന്നില്ല എന്ന്. അതിനായിട്ട് നമ്മൾ യൂട്യൂബ് അനലിറ്റിക്സ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സെറ്റിങ്സ് താഴെ വരും. ഇതാണ് നമ്മുടെ സെറ്റിങ്സ്. നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുവാണ്. അതിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ US ഡോളറൊക്കെ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അതൊക്കെ ബേസിക് സെറ്റിങ്സ് ആണ്, അതൊക്കെ കൊടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് സേവ് കൊടുക്കണം കേട്ടോ. താഴെയായിട്ട് സേവിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് പ്രത്യേകം കൊടുക്കാൻ മറക്കരുത്. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകേണ്ടതെന്ന് പറയുമ്പോൾ സെക്കൻഡ് വൺ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ കൺട്രി ഓഫ് റെസിഡൻസ് ഇന്ത്യ തന്നെയാണോ എന്ന് പ്രത്യേകം നോക്കാം. ഒട്ടുമിക്ക ആൾക്കാരുടെയും ഇന്ത്യ അല്ല കിടക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് നമ്മുടെ കൺട്രിയിലെ പോലും വ്യൂസ് നമുക്ക് കയറാത്തത്. അപ്പോൾ അത് ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം കീവേഡ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ചാനൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ബ്ലോഗാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഫാമിലി ബ്ലോഗ് എന്നാണ്. പിന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് ചലഞ്ചസും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ എൻ്റർടൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബ്യൂട്ടി ടിപ്സ് ചെയ്യാറുണ്ട്, അതും കൊടുത്തിട്ടുണ്ട്, ഫാഷൻ സ്റ്റൈലും കൊടുത്തിട്ടുണ്ട്. ഓണം റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഓണത്തിൻ്റെയൊക്കെ കൊടുത്താൽ ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഓണം റിലേറ്റഡ് വീഡിയോസും ഷോർട്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ എക്സ്ട്രാ കൂടും. പിന്നെ ചിക്കൻ, സ്കിൻ കെയർ, ഹോം റെമഡീസ്, ഹെയർ കെയർ, പിന്നെ എൻ്റെ ചാനലിൻ്റെ ലിങ്ക്, ഇതൊക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു കുക്കിംഗ് ബ്ലോഗർ ആണെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും ഓരോരോ പാചകത്തിൻ്റെ നെയിമും വെച്ച് നിങ്ങൾ കീവേഡ്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ താഴെയായിട്ട് സേവ് ചെയ്യുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ സെറ്റ് ദിസ് ചാനൽ ആസ് നോട്ട് ഫോർ കിഡ്സ് എന്നുണ്ട്. പിന്നെ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് വരും. അതിൽ നമുക്ക് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണ് നോക്കേണ്ടത്. അത് നമ്മളിപ്പോൾ ഈ മെയിൻ സെറ്റിങ്സ് ചെയ്യുമ്പോൾ തന്നെ ആദ്യമേ മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് നമ്മുടെ മെയിൻ യൂട്യൂബിൽ പോയി ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ഓപ്ഷൻ അലോയായി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെയെന്ന് പറയുന്നത് ഫ്യൂച്ചർ എലിജിബിലിറ്റി നോക്കുക. അതിൽ
സ്റ്റാൻഡേർഡ് ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ഫ്യൂച്ചേഴ്സ് ഉണ്ട്, അഡ്വാൻസ്ഡ് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഇത് മൂന്നും എനേബിൾ ആക്കിയാണോ ഇട്ടിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് അത് എനേബിൾ ആക്കി കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇത്രയുമാണ് യൂട്യൂബിലെ ബേസിക് സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 80% യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എലിജിബിൾ ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബ് ഫോൺ നമ്പർ വെച്ച് വെരിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. കാരണം ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കാണ് യൂട്യൂബ് വെരിഫിക്കേഷൻ. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ക്രോം ഓപ്പൺ ചെയ്യാം. ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബ് വെരിഫൈ എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. അതിൽ 3rd വൺ, വെരിഫൈ യുവർ ഫോൺ നമ്പർ ആസ് ആൻ ഇന്ത്യൻ ബേസ്ഡ് ചാനൽ, അവിടെ ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫോൺ വെരിഫൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണവും അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള റൂൾസും റെഗുലേഷൻസൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ പേജാണ് ആദ്യം ഓപ്പണായി വരുന്നത്. അതിൽ ഏറ്റവും താഴെയായിട്ട് youtube.com/verify എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് സൈൻ ഇൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ വരും. കാരണം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കാണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനെന്ന് പറഞ്ഞ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരെ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ഉറപ്പായിട്ടും ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.